ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. സിയാസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് റോസാപ്പൂമേ എങ്ങനെ നന്നായിട്ട് പൂക്കൾ പിടിക്കാനുള്ള ഒരു ഐഡിയ നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ റോസാപ്പൂമേൽ ഞാൻ എന്ത് വളമാണ് കൊടുക്കണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വളം 15 ദിവസം കൂടുമ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്കതിന് ആദ്യം വേണ്ടത് നമ്മൾ ചോറ് വെന്ത കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ആ കഞ്ഞിവെള്ളം ഒരു പാത്രത്തിലാക്കിയിട്ട് എടുത്ത് വെക്കട്ടാ. എന്താ ഞാൻ ഈ കഞ്ഞിവെള്ളം ഒരു പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചാരം ഉണ്ടല്ലോ, വെണ്ണൂറ് എന്നൊക്കെ പറയും, ആ ഒരു ചാരം ഒരു പിടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. ഈ ഒരു ചാരത്തിൽ പൊട്ടാഷ് എന്ന് പറയുന്ന ഒരു ചെടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു എന്താ പറയുക പൊട്ടാഷാണ് ഉള്ളത്. പൂക്കൾ തരാൻ ഏറ്റവും പ്രയോജനമാണ് ഈ പൊട്ടാഷ് എന്ന് പറഞ്ഞത്. അതാണ് ഈ ചാരത്തിൽ അടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് 2 ദിവസം കഴിഞ്ഞ് നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. പുളിച്ചൊരു സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം അതേ രീതിയിൽ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കരുത്, ചെടി നശിച്ചു പോവും. ഇത് നന്നായി ഡയലൂട്ട് ചെയ്തിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനതൊരു ബക്കറ്റിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഈ ഒരു പാത്രത്തിന് കണക്കാക്കിയിട്ട് ഒരു 4 പാത്രം വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളിത് റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വെള്ളം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഏത് പൂവാണോ ഏത് ചെടിയാണോ അതിൻ്റെ ചോട കൊണ്ട് ഒഴിച്ച് കൊടുക്കുക. ഒരു 10-15 ദിവസം കഴിയുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതേ രൂപത്തിലുള്ള പൂക്കൾ ഉണ്ടാവും കേട്ടോ. നിറയെ പൂക്കൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വളങ്ങളെ പോലുള്ള വളങ്ങൾ നിങ്ങൾക്കും കൂടെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങളെ ഫോണിലും എൻ്റെ വീഡിയോ വരണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോൻ്റെ താഴെ ഒരു സബ്സ്ക്രൈബ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ മക്കൾക്ക് അറിയുണ്ടാവും. മക്കളോടൊന്ന് പറഞ്ഞിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മേലെ ഒരു ബെൽ ബട്ടൺ കാണും. ആ ഒരു ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഒരു ഓൾ എന്ന ഓപ്ഷൻ കാണും. അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഞാൻ ചെയ്യുന്ന വളങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കൊടുക്കലുണ്ട്. അപ്പോൾ അതറിയണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇതേപോലെ പൂക്കളൊക്കെ നന്നായിട്ട് ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കൂടെ ഉപകാരമായിട്ടുണ്ടെന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ.